സ്പീക്കറിന്റെ പേരിലേക്കാണ് കാണുന്നത്. അത് തൃപ്തനാണോ അതോ? എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ആ തീരുമാനം 100% സന്തോഷത്തോടു കൂടി അംഗീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനം എടുത്താൽ ഞാനത് സന്തോഷപൂർവ്വം അംഗീകരിച്ച് മുന്നോട്ട് പോകും. അതല്ല, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനം എന്നൊരു മുതിർന്ന നേതാവ് വരണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ചില അണികളൊക്കെ പറയുന്നുണ്ട്. അത് രണ്ടും രണ്ട് കാര്യമാണ്. സ്പീക്കർഷിപ്പ് എന്ന് പറയുന്നത് കേരള നിയമസഭയിൽ ഒന്നേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ നിയമസഭയിലും ഓരോ സ്പീക്കേഴ്സല്ലേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെറുതായി പോകുന്നത്? അപ്പോൾ ആളുകളുടെ കാഴ്ചപ്പാട് പോലെയാണ്. ഒരെണ്ണം ചെറുതാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് സ്ഥാപിക്കുകയാണ്. അതല്ല, ഞാനതുകൊണ്ട് അതിനുവേണ്ടി വാദിക്കുകയല്ല. ഞാൻ പറയുന്നത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അധികാരങ്ങളുമാണ്. ഞാനതിനെക്കുറിച്ച് ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം പാർട്ടി തീരുമാനം എന്നെ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ഈ ലീഗിന് 5 മന്ത്രിസ്ഥാനം കൊടുത്തു. കേരള കോൺഗ്രസ് ഇപ്പോൾ ഒരു 2 മന്ത്രിസ്ഥാനം വേണമെന്ന് പറയുന്നു. ഈ മുഖ്യമന്ത്രി പദം പോലെ മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ മുന്നണി കറക്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണ്. ജനാഭിലാഷം എന്താ? കേരളത്തിൽ ഈ മുന്നണി ഭംഗിയായി പോകണം എന്ന് തന്നെയാണ്. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നടന്നു വന്നിരിക്കും. തീരുമാനത്തിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടക്കും. പക്ഷെ തീരുമാനം വന്നാൽ എല്ലാം ഒരേ ദിശയിലേക്ക് തന്നെ പോകും. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് 5 വർഷക്കാലത്തേക്കൊരു സൽഭരണം ഉണ്ടാകണമെന്നുള്ള മോഹത്തോടു കൂടി അവരിയ്ക്കുകയാണ്. അതിന് ഹാനികരമായ രൂപത്തിൽ ഒരു പെരുമാറ്റവും ഒരിടത്തുനിന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നതേയില്ല. ഒരു ഗവൺമെൻറ് സ്റ്റാർട്ടിംഗ് അല്ലേ, ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ മോഹം. അതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സഭാനാഥനായി തന്നെ വരുമോ? പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി എന്നോട് ഇന്ന ജോലി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ആ ജോലി തൃപ്തികരമായി ചെയ്തിരിക്കും. എൻ്റെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച്, എൻ്റെ ഒരു എബിലിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുമോ അത് പോസിറ്റീവായി ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വമാണ് എനിക്കുള്ളത്. മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ ട്രാക്ക് റെക്കോർഡില്ലേ. കേരള ജനസമൂഹത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ആ ജനസമൂഹത്തിന് മുമ്പിൽ എത്രയോ പതിറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഈ നേതാക്കന്മാർ പലരും. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ആ താല്പര്യത്തിന്, ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി പോകുന്ന പ്രശ്നമില്ല. പാർട്ടിയുടെ പൊതു താല്പര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പാർട്ടി എന്ത് തീരുമാനിക്കും? എന്നെ ഈ സ്ഥാനത്ത് എത്തിച്ചതാരാ? പാർട്ടി. അപ്പോൾ എന്നെ ഇന്ന സ്ഥാനത്ത് വിനിയോഗിക്കാം എന്ന് തീരുമാനിക്കേണ്ടതാരാ? പാർട്ടി. അപ്പോൾ പാർട്ടി തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള എൻ്റെ പൊതുവായ ഒരു ചിന്താഗതി അതാണ്. പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് എപ്പോഴും വില നൽകുന്ന ഒരാളാണെന്ന് അറിയാം. എന്നിരുന്നാലും ജനങ്ങൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ പല പല ആവശ്യങ്ങൾ, അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ആ ആഗ്രഹത്തിനൊപ്പം പാർട്ടിയും നിലപാട് സ്വീകരിക്കുമെന്ന്. ഇവിടെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഏതാ? പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശുപാർശ പ്രവർത്തനമൊന്നുമല്ല. ജനങ്ങൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, അതാണ് ഞാൻ നേരത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞു, ജനങ്ങൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സർവീസുണ്ട്. ആ സർവീസ് സ്വാഭാവികമായിട്ടും ജനോപകാരപ്രദമായ നടപടികൾ തന്നെയാണ്. ആ നടപടിക്ക് അനുകൂലമായി നിൽക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ പ്രാഥമികമായ കടമയാണ്. അതുമായിട്ട് മുന്നോട്ട് പോകും. തിരുവനന്തപുരത്തേക്ക് ഇന്നിപ്പം തിരിക്കുന്നുണ്ടോ സാറേ? പോകും. ലീഗിന് 5 മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല. NSS ഒരു അതൃപ്തി പറഞ്ഞു. അവർ കൂടുതലായി UDF-നുള്ളിൽ കൈകടത്തുന്നു, ഈ തീരുമാനങ്ങളിൽ കൈകടത്തുന്നു. അതിനെങ്ങനെയാണ് നോക്കുന്നത് സാർ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഇതിനകത്ത് ഞാൻ ഒന്നിനും എതിരില്ല, ഒന്നിനും ശക്തിയായി വാദിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ കാര്യം പിന്നീട് വരട്ടെ. മാത്രമല്ല, പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ഉള്ള കാര്യങ്ങളിൽ കൊണ്ടുവന്ന് എത്തിക്കാനാണ് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനകത്ത് ഈ സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലോട്ട് ഞാൻ പോകാനില്ല. ഓക്കെ സാർ.